ഏറ്റവും വലിയ ഇൻഷുറൻസ് ആണ് ടൈം ഇൻഷുറൻസ്. മരിച്ചാൽ കുറച്ച് ബൾക്ക് പൈസ കിട്ടണം. അത് ഉണ്ടെന്നുള്ള കാര്യം ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. Nikhil, we all know that you advise on wealth creation. ഈ വെൽത്ത് പ്രൊട്ടക്ഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഡു യു അഡ്വൈസ് പീപ്പിൾ ഓൺ പ്രൊട്ടക്ടിങ് ദിയർ മണി, ദിയർ അസെറ്റ്സ് as well? I know you do, but please elaborate. Okay, thanks Anya, and thank you Srijit also and everyone inviting me. And I think വെൽത്ത് ആദ്യമൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും വെൽത്ത് ഉണ്ടാക്കിയാൽ മതി എന്നായിരിക്കും ഭയങ്കര ആവേശത്തോടെ ഉണ്ടാക്കാന്നുള്ളത്. പിന്നുള്ള വിഷയം വെച്ചാൽ ഉള്ളത് പോകാതിരിക്കാന്നാണ് ഏറ്റവും വലിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെപ്പോഴും സാധാരണ കേസിൽ ഇപ്പോൾ ഈവൻ നമ്മൾ പറഞ്ഞ് ആദ്യം ഒരു 10,000 രൂപ വെച്ചിട്ട് എങ്ങനെ ഡബിൾ ആക്കാന്നുള്ളതായിരിക്കും ആൾക്കാരുടെ ആവശ്യം, അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഒരു 10 ടൈംസ് ആക്കാന്നായിരിക്കും. പക്ഷേ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിട്ടേൺ ഒന്നും അത്രയൊന്നും വേണ്ട. ഒരു 2% കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വി ആർ ഹാപ്പി. അല്ലെങ്കിൽ ഉള്ള പൈസ പോകാണ്ടിരിക്കുന്നത് അതിനേക്കാളും വലിയ പ്രശ്നമാണ് നമ്മുടെ ലൈഫിൽ നമ്മളുണ്ടാക്കിയ പൈസ അല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയ സ്വത്തുക്കളെല്ലാവരും നമുക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പോകണം എന്നുള്ളത്, അതേമാതിരി നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ഇപ്പോൾ പേപ്പർ അസെറ്റ്സ് ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. കാരണം ചില പേപ്പർ അസെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം നോമിനേഷൻ വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ പറയാം. ഇപ്പോഴും പേപ്പർ അസെറ്റ്സിലും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും, എന്നിട്ട് എല്ലാ ഡോക്യുമെൻറ്റും വരുന്നത് ഇമെയിലിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഇമെയിലിലേക്ക് വരുമ്പോൾ ആ ഇമെയിലിൻ്റെ പാസ്വേഡ് വീട്ടിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. വീട്ടിൽ പറഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം വേറെ വല്ലതും ഉണ്ടാവും. അപ്പോൾ ഇനി അതിൻ്റെ ഏറ്റവും വലിയ വിഷയം വെച്ചാൽ പല ആൾക്കാരോട് നമ്മൾ പറയും ഇൻഷുറൻസ് എടുക്കണമെന്ന്. അപ്പോൾ ഇൻഷുറൻസ് പറയും ഏറ്റവും വലിയ ഇൻഷുറൻസ് ആണ് ടൈം ഇൻഷുറൻസ്. മരിച്ചാൽ കുറച്ച് ബൾക്ക് പൈസ കിട്ടണം. അത് ഉണ്ടെന്നുള്ള കാര്യം ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ ചില റിലീജിയനൊക്കെ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ടൈം ഇൻഷുറൻസ് എടുക്കുന്നത് ചിലപ്പോൾ തെറ്റാണെന്നൊരു ധാരണയുണ്ട്. എസ്പെഷ്യലി വീട്ടിലെ പെണ്ണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് പേടിയുമായിരിക്കും, അത് വേണോ, അത് ഉള്ളതിൻ്റെ പേരിൽ നിങ്ങൾ പോകുമെന്നുള്ള പേടിയുണ്ടാവും. അപ്പോൾ ആ പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മളത് അറിയിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ ഈ എൻ്റെയർ ഇപ്പോൾ ബില്ല് എഴുതി വയ്ക്കുക, ട്രസ്റ്റ് ചെയ്ത് വയ്ക്കുക, അതൊക്കെ മാൻഡേറ്ററിയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. പക്ഷെ അതിനേക്കാളുപരി നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനത്തിന് വാല്യൂ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പഠിപ്പിക്കേണ്ട കാര്യമാണ് നമ്മുടെ വാല്യൂ എന്താണെന്ന് അടുത്ത ജനറേഷനെ പഠിപ്പിച്ചു കൊടുക്കുക. അതേമാതിരി അവർക്കും ഇപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഒരു എൻ്റർപ്രൂണറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതൊരാൾക്കെ സംബന്ധിച്ചാണെങ്കിലും ഒരു വയസ്സ് കഴിയുമ്പോൾ, ഒരു 40 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 45 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ദാനം കൊടുക്കുന്ന ശീലമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ആബ്സെൻസിലും നമ്മുടെ ഫാമിലിക്ക് അത് കൃത്യമായിട്ട് കൊടുക്കാനുള്ളൊരു രീതികൾ നമ്മൾ ഇനീഷ്യലി പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ നേരത്തെ നവാസ് സാറ് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, ആ ഇനീഷ്യൽ ടൈമിൽ തന്നെ ഡൈനിങ് ടേബിളിൽ ഇതൊക്കെ ഡിസ്കഷൻ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ വാല്യൂ സിസ്റ്റം നെക്സ്റ്റ് ജനറേഷനെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാനായിട്ടും കൂടി തയ്യാറാവണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഫസ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നത്.